പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, റിലയൻസ് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. റിലയൻസ് ഫൗണ്ടേഷൻ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കും PG ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കും നൽകുന്ന സ്കോളർഷിപ്പാണ് റിലയൻസ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ്. അതിൻ്റെ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒക്ടോബർ 3 ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 5000 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. PG വിദ്യാർത്ഥികൾക്ക് 100 വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. നമുക്ക് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ആബിസ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം അണ്ടർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ച് നോക്കാവുന്നതാണ്. 5000 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഇതിൽ സ്കോളർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് സപ്പോർട്ട് മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ആണ്. മെറിറ്റാണ് ഇതിൻ്റെ ബേസ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പാണ്. 5000 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. സ്കോളർഷിപ്പ് തുകയായിട്ട് 2 ലക്ഷം വരെ ലഭിക്കാവുന്നതാണ്. സ്കോളർഷിപ്പ് വിൽ ഗോ ബിയോണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് വിത്ത് സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി ഗെയിനിങ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ത്രൂ സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്ക്. ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഭയങ്കര നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. നെറ്റ്വർക്കിംഗ് ആണ് കുറേ ബന്ധം ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല ക്വാളിറ്റി വിദ്യാർത്ഥികളായിരിക്കും. അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും ഒരാളുടെ വിജയത്തിന് നെറ്റ്വർക്കിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോമാണ്. അതിൽ പേഴ്സണൽ കോണ്ടാക്ട് ഇൻഫർമേഷൻ, അക്കാദമിക് ഇൻഫോ, അച്ചീവ്മെന്റ് ആൻഡ് അവാർഡ്, സപ്പോർട്ടിങ് ഡോക്യുമെന്റുകൾ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ടൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഓൺലൈനിലായിരിക്കും. വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കും. 60 മിനിറ്റിന് 60 ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അതിൻ്റെ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. കോമ്പണൻസ് ഓഫ് ദ ടെസ്റ്റിൽ വെർബൽ എബിലിറ്റി, അനലിറ്റിക്കൽ, ലോജിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി ക്വസ്റ്റ്യനുകളാണ് ഉണ്ടായിരിക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെവൽ സെലക്ഷൻ ആപ്ലിക്കേഷൻ വിൽ ബി ഇവാലുവേറ്റഡ് യൂസിങ് കോമ്പിനേഷൻ ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്കോർ, അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ. നമ്മൾ ആദ്യം കൊടുക്കുന്ന അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നൽകുക. അത് കഴിഞ്ഞതിന് ശേഷം 5000 വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇതിൻ്റെ എലിജിബിലിറ്റി. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പാസ്ഡ് സ്റ്റാൻഡേർഡ് 12th വിത്ത് മിനിമം 60%, 60% +2 മാർക്ക് ഉണ്ടായിരിക്കണം. കറന്റ് എൻറോൾഡ് ഇൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി ആയിരിക്കണം. റെഗുലർ ഫുൾ ടൈം ഡിഗ്രി സ്റ്റുഡൻസ് ആയിരിക്കണം. ഏത് സ്ട്രീമുള്ള വിദ്യാർത്ഥികൾക്കും അത് സാധിക്കും. 15 ലക്ഷത്തിൽ കുറവായിരിക്കണം ഫാമിലി ഇൻകം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇതിന് യോഗ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി PGയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതിലൊക്കെ ഡീറ്റെയിലും വീഡിയോ ഒക്കെ ലഭ്യമാണ്. 100 വിദ്യാർത്ഥികൾക്കാണ് ഇത് ലഭ്യമാകുക. ആദ്യം ഇതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, പിന്നീട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് അതിന് ഫസ്റ്റ് ലെവൽ സെലക്ഷൻ ഉണ്ടായിരിക്കും. ഇവാലുവേഷൻ സ്റ്റേജ് ആണ്. ആപ്ലിക്കേഷൻ വിൽ ബി ഇവാലുവേറ്റഡ് ബൈ എക്സ്പേർട്ട് പാനൽ ഓഫ് ഇൻഡസ്ട്രി എക്സ്പേർട്ട്, അക്കാദമിഷ്യൻ, ലീഡേഴ്സ് ഇൻ ദ ഫീൽഡ്. ഇതിൻ്റെ സെക്കൻഡ് ലെവൽ അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വെബിനാർ വിൽ ബി കണ്ടക്റ്റഡ് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. ഇന്റർവ്യൂ വിൽ ബി വെർച്വലി ബൈ എക്സ്പേർട്ട് പാനൽ. അതിനുശേഷം 100 വിദ്യാർത്ഥികൾക്ക് ഇത് ലഭ്യമാകുന്നതാണ്. ഇത് പ്രത്യേകമായിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ന്യൂ ജനറേഷൻ സയൻറ്റിസ്റ്റ്, ടെക്നോളജിസ്റ്റ്, ചേഞ്ച് മേക്കേഴ്സ് എന്നീ വികസിത ഭാരതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമായിട്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കോഴ്സുകൾക്കാണ് നൽകുന്നത് എന്നും കൂടിയും അറിയിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. ഇതിൽ PG വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, AI, മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, മെക്കാനിക്കൽ എനർജി, മെറ്റീരിയൽ സയൻസ്, ലൈഫ് സയൻസ് എന്നീ വിഷയങ്ങളിൽ നിലവിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. അതിന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ഗേറ്റ് സ്കോർ 550 മുതൽ 1000-നുള്ളിലായിരിക്കണം. അതുപോലെ തന്നെ ഡിഗ്രിക്ക് 75% മാർക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക. PG വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള മാനദണ്ഡമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം, ആപ്ലിക്കേഷൻ പോർട്ടൽ ലോഗിൻ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ
സൈൻ ഇൻ വിത്ത് മെയിൽ ID വെച്ച് ചെയ്യുക. ന്യൂ അപ്ലിക്കേഷൻ ആണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം രജിസ്റ്റർ ടു അപ്ലൈ. അണ്ടർ ഗ്രാജുവേറ്റ് ആണോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ നോക്കുക. എന്നിട്ട് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അക്കാദമിക് ഡീറ്റെയിൽസ് +2, ഇപ്പോൾ നമ്മൾ എവിടെയാണ് UG ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, കറണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പിൻകോഡ്, കറണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് സ്റ്റേറ്റിലാണ്, ഏത് ജില്ലയിലാണ്, പിന്നെ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേര് നൽകുക. പേര് ഒറ്റയടിക്ക് നൽകാം. ലാസ്റ്റ് നെയിം എൻ്റെ പേര് ആബിദ് റഹ്മാൻ KA, ആബിദ് റഹ്മാൻ KA. ഇമെയിൽ ID, ഫോൺ നമ്പർ, ഹൗസ് ഹോൾഡ് ഇൻകം, ഹൗ ഡിഡ് യു ഇയർ അബൌട്ട് സ്കോളർഷിപ്പ്, പത്രത്തിലോ എന്തു നമുക്ക് അവിടെ എന്താ ഓപ്ഷനിൽ ഇമെയിൽ റെക്കമെൻഡേഷൻ, പ്രൊഫസർ, വെബ് സെർച്ച്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാം അതേഴ്സ്, ഇൻസ്റ്റാഗ്രാം റിലയൻസ് ഫൗണ്ടേഷൻ, അങ്ങനെയൊക്കെ ഏത് ഇൻസ്റ്റാഗ്രാം അതേഴ്സ്, ഇതിൽ ഏത് ഓപ്ഷനും നമുക്ക് കുറേ ന്യൂസ് പേപ്പർ എല്ലാം ഉണ്ട്. യൂട്യൂബ് എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ക്യാപ്ച 3+3 13 26 എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ഇതേപോലെ PGക്കും ഇതേപോലെ ഗേറ്റ് ആണോ CGP ആണോ. ഗേറ്റ് ആണെങ്കിൽ CGP ആണെങ്കിൽ 8.55, എത്രയാണ് CGP? 7.5 മുകളിലുള്ളവർക്കാണ്. PG ഡിഗ്രി സ്ട്രീം ഏതാണ്, ഡിഗ്രി ടൈപ്പ്, PGയുടെ ഡിഗ്രി ഏത് ടൈപ്പാണ്, PG ഡിഗ്രി പ്രോഗ്രാമും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൊടുക്കുക. 2 റഫറൻസ് കൊടുക്കേണ്ടി വരും. റഫറൻസ് എന്ന് പറയുമ്പം അതിൽ വളരെ കൃത്യമായിട്ട് 2 റഫറൻസ് കത്തുകൾ, നമ്മൾ അറിയുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാരെ കത്തുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് മിനിമം മനസ്സിലാക്കുക. ഇതിൽ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലഭിച്ചാൽ നല്ല ഗുണമാണ്. ലഭിക്കാനുള്ള പ്രോസസ്സ് കുറച്ച് കഠിനമാണ് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് അപേക്ഷാ സമർപ്പണത്തിലേക്ക് കടക്കുക. ഓക്കെ, താങ്ക് യു.